ഒരു സിനിമയുടെ ഇന്റർവെൽ ബ്ലോക്ക് കണ്ടിട്ട് ഇതിനിപ്പോൾ സെക്കൻഡ് ഹാഫ് കാണേണ്ട ആവശ്യമുണ്ടോ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് സെക്കൻഡ് ഹാഫിൽ വരാൻ പോകുന്നത് എന്നെനിക്ക് തോന്നിയൊരു സിനിമയെക്കുറിച്ചാണ് ഈ വീഡിയോ. സിനിമയുടെ പേര് പ്രതി പൂവൻകോഴി. മഞ്ജു വാര്യർ അവരുടെ തിരിച്ചുവരവിൽ ചെയ്ത അനേകം സിനിമകളിൽ ഒന്ന്. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് തന്നെയാണ് ഈ സിനിമയിലെ വില്ലനായി വരുന്നതും. സത്യം പറയാലോ, ആ വെറുപ്പിക്കുന്ന ക്യാരക്ടർ പുള്ളി നല്ല അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിന്റെ കോൺഫ്ലിക്ട് നൈസായിരുന്നു മീൻസ് നോട്ട് ഇൻ ദ ലിറ്ററൽ സെൻസ്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ നിരന്തരം അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ എടുത്തു കാണിച്ചിട്ട് സിനിമ. അതുമൂലം അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, മെന്റൽ ബ്രേക്ക് ഡൗൺ, ദേഷ്യം, ഇതൊക്കെ ഈ സിനിമയിൽ നന്നായി കാണിച്ചിട്ടുണ്ട്. ലോകമുണ്ടായ നാൾ മുതൽ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാതെ മനസ്സിലിട്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഈ പടത്തിൽ അതിന് പ്രതികാരം ചോദിക്കാൻ തീരുമാനിച്ചുറച്ച ഒരു സ്ത്രീയുടെ കഥയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവരുടെ ദേഷ്യം നമ്മുടെ ദേഷ്യമായി പടം മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഒടുക്കം ഇന്റർവെൽ ബ്ലോക്കിലെ ആ സീൻ വരികയാണ്. അപ്പോൾ അതെന്താണ് സീൻ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പടം കാണാത്ത ആളുകൾ ഉണ്ടാവാം. സോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഇന്റർവെൽ ബ്ലോക്കിൽ എത്തുമ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെയാണോ നിങ്ങൾക്കും തോന്നുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് പറയണം. എനിവേസ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് കണ്ടതുകൊണ്ടുണ്ടായ ഒരു നൈസ് കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒരു സീനാണ്. ഈ സീനിൽ ഈ പുള്ളിയുടെ ഒരു ഒന്നൊന്നര പൊളിയാണ്. കൂടെ കട്ടക്ക് അനുശ്രീയുമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മാത്രമാണ് ആ പടത്തിന്റെ മൊത്തം സെക്കൻഡ് ഹാഫിൽ നിന്ന് ഞാൻ ഓർത്തിരിക്കുന്ന ഒരേ ഒരു കാര്യം.